ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഒന്നാം ഭാഗമായ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാൻ പേടിച്ച, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ തെറ്റുമോ എന്ന് കരുതി നിശബ്ദയായിരുന്ന അതിഥി തൻ്റെ കഴിഞ്ഞ കാലത്തിലെ വേദനയും കൊൽക്കത്തയിലെ ഒറ്റപ്പെടൽ ഊർജമായി ഉൾക്കൊണ്ടുകൊണ്ട് 3 വർഷത്തിനു ശേഷം ഒരു പബ്ലിഷിംഗ് കമ്പനിയെ നയിക്കുന്ന ഒരു ശക്തയായ വനിതയായി മാറുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മഹാദേവന്റെ പേരിൽ കത്തുകൾ ലഭിക്കാൻ തുടങ്ങുന്നത്. ആ കത്തിന് പിന്നിൽ ആരാണെന്നും ഇത്രയും സ്നേഹിച്ച അതിഥിയെ ശരൺ വേണ്ടെന്ന് വെക്കാൻ കാരണമെന്താണെന്ന് ഒന്നാം ഭാഗം വായിച്ച എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമാണ് രണ്ടാം ഭാഗം. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് അതിഥിയുടേത് മാത്രമല്ല, മറ്റു ചിലരുടെ കൂടി കഥയാണ്. ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിഥിയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ രാഹുലിനെയും സാമിനെയും ശരണിനെയും മിഴിയെയും നാം സ്നേഹിച്ചു തുടങ്ങും. പ്രണയിക്കുന്നത് എത്ര മനോഹരമാണ്. അതുപോലെ തന്നെ പരസ്പരം അറിഞ്ഞ് ബഹുമാനത്തോടെ പിരിയാൻ കഴിയുന്നതും അതിലും മനോഹരമാണെന്ന് അതിഥി നമ്മളെ മനസ്സിലാക്കി തരുന്നു.